പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10ാം മാസത്തിൻ്റെ 4ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസനെ നമുക്കടുത്തു ചൊല്ലാം. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടു നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ദുഃഖം ലോകസഹജമാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. തീവ്രമായ ദുഃഖം വരുമ്പോൾ ഓരോരുത്തരും പല നിലകളിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ചിലർ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ തൂകിയും കൊണ്ട് നടക്കുമ്പോൾ മറ്റു ചിലർ സങ്കടം സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും ആരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുമില്ല. കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുന്നു: ഇനി ഞാൻ ആ കോളേജിൽ പോകുന്നില്ല, ഞാൻ കോളേജിൽ പഠിക്കുന്നില്ല, ഇനി എനിക്ക് തുടർന്ന് പഠിക്കുവാൻ കഴിയുകയില്ല, എൻ്റെ പഠനം ഞാൻ ഇവിടെ നിർത്തുന്നു. അനേക ജോലി സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരുടെ പോരാട്ടവും അസൂയ നിറഞ്ഞ ഇടപെടൽ കാരണവും ഈ സ്ഥാപനത്തെ തുടർന്ന് എനിക്ക് പോകുവാൻ കഴിയുന്നില്ല, ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യുന്നു എന്നൊക്കെ അനേക പ്രിയപ്പെട്ടവർ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയും. കുടുംബജീവിതങ്ങളിൽ പ്രതികൂലങ്ങൾ കാരണം പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാതെ എത്രയോ പ്രിയപ്പെട്ടവർ വിവാഹബന്ധം വേർപെടുത്തുന്നു. യഹൂദന്മാർ തീവ്രമായ ദുഃഖത്തിൻ്റെ അടയാളമായി അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വയം വലിച്ചു കീറി ചാക്ക് അല്ലെങ്കിൽ രട്ടുശീല ഉടുത്തുകൊണ്ട് ചാരം വാരി വെണ്ണീർ വാരി തലയിലിട്ടുകൊണ്ട് കിടന്ന് ഉരുളുകയും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. രാജാക്കന്മാർ മുതൽ സാമാന്യ മനുഷ്യർ വരെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അവർ ഇങ്ങനെ ഹൃദയപൂർവ്വം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കുകയും തുടർന്ന് അവരുടെ ദുഃഖം നീങ്ങി സന്തോഷിക്കുവാനുള്ള വക ദൈവം നൽകുകയും ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖത്തിനുള്ള വിവിധ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു ദൈവഭക്തൻ നേരിടുന്ന ദുഃഖത്തിൽ നിന്നും ദൈവം മൗനമായി ഇരിക്കുകയില്ല. അവരുടെ നിലവിളി കേട്ട് അവരുടെ രോഗത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും മരണക്കെണിയിൽ നിന്നും വിടുവിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഒരു ഭക്തൻ രട്ടെടുത്ത് കൊണ്ടിരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനാൽ നമ്മുടെ ദുരിതം പൂർണ്ണമായും മാറി പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ആനന്ദവും നൃത്തവുമായിരിക്കുമെന്ന് അതിനർത്ഥമില്ല. നാം നമ്മുടെ പ്രത്യാശ നാട്ടിലെത്തുമ്പോൾ മാത്രമേ നമ്മുടെ ദുഃഖം പൂർണ്ണമായും മാറുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. തനിക്ക് മക്കൾ ജനിക്കാത്തത് നിമിത്തം ഹന്നയുടെ പ്രതിയോഗിയായ പെനീന അവളെ നിരന്തരം നിന്ദിച്ചു കൊണ്ടിരുന്നു. മറ്റു പലരും ചെയ്യുന്നത് പോലെ അവൾ ദൈവത്തെ കുറ്റം പറയുകയോ നിരാശയോടെ ജീവിതം അവസാനിക്കുകയോ ചെയ്യാതെ യഹോവയുടെ ആലയത്തിൽ പോയി കരഞ്ഞു അപേക്ഷിച്ചു. അനേക പ്രിയപ്പെട്ടവർ നിരാശ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, പരിഹാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പലവിധമായ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഇനി പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട, ഇനി സ്തോത്രം എനിക്ക് ഈ ആലയത്തിൽ പോകാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് അനേകർ ദൈവസന്നിധി വിട്ട് പിന്മാറുന്നവരെ നമുക്ക് കാണുവാനിടയാകും. കടഭാരം നിമിത്തം വളരെ മനോദുഃഖം അനുഭവിച്ചവളാണ് എലീശാ പ്രവാചകന്റെ ശിഷ്യന്റെ വിധവ. കടക്കാർ വന്ന് തൻ്റെ മക്കളെ അടിമയാക്കുന്നതിൽ നിന്നും തന്നെ രക്ഷിക്കേണ്ടതിന് ഈ വിധവ പ്രവാചകന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. ആമേൻ. എന്നാൽ ദൈവം അവളുടെ ദുഃഖം മാറ്റുക മാത്രമായിരുന്നില്ല ചെയ്തത്. വരും കാലം ജീവിക്കുവാനുള്ള വകയും കൂടെ കൊടുത്തുകൊണ്ട് അവരുടെ ദുഃഖത്തിന്റെ കണ്ണുനീർ ആനന്ദമാക്കി തീർത്തു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നാം കണ്ടുവരുന്ന ഒരു പ്രവണത, ഇല്ലാത്ത ദുഃഖമുണ്ടെന്ന് അഭിനയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി നടിക്കുന്നവരെ ഒത്തിരി പേരെ കാണുവാനിടയാകും. എന്നാൽ ദൈവം കഠിനമായി ശാസിക്കുന്നത് മാത്രമല്ല, ശിക്ഷിക്കുകയും ചെയ്യുമെന്നുകൂടെ നാം തിരിച്ചറിയണം. ദൈവം നമ്മുടെ കണ്ണുനീർ കണ്ട് രക്ഷിക്കുക മാത്രമല്ല, ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നുകൂടെ നാം ഓരോ ദിവസം തിരിച്ചറിയണം. ആകയാൽ നാം ഒന്ന് തിരിച്ചറിയുക: ദൈവം സ്തോത്രം ഹല്ലേലൂയ രട്ടും വെണ്ണീറും മാറ്റി സന്തോഷം ഉടിപ്പിച്ചു കൊള്ളും എന്ന് പറഞ്ഞു ജീവിതത്തിൽ
ക്രമീകരണമില്ലാതെ ജീവിച്ചാൽ കരച്ചിൽ നിലവിളിയിലേക്കും നിലവിളി തീരാ ദുഃഖത്തിലേക്കും അവസാനിക്കും. ആകയാൽ പ്രിയ ദൈവവേദനേ, നമ്മുടെ വിലാപത്തെയും ദുഃഖത്തെയും മാറ്റി സന്തോഷം നൽകുന്ന ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോടുകൂടെ അടുത്തു ചെല്ലാം. ഈ പ്രഭാതം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഹല്ലേലൂയ, മൊർദെഖായി എന്ന പ്രാർത്ഥിക്കുന്ന ഭക്തൻ ഹല്ലേലൂയ സ്തോത്രം എസ്തേറുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ അതിദുഃഖത്തോടുകൂടെ മരണഭയത്തോടുകൂടെ പ്രാർത്ഥന ആരംഭിച്ച തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതുവെളിച്ചത്തിൻ്റെയും ഹല്ലേലൂയ സമാധാനത്തിൻ്റെയും എല്ലാം നന്മകളെ ഒരുക്കി ദൈവം മൊർദെഖായിയെ ആദരിപ്പാനിടയായി. ഈ പ്രഭാതം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ നമുക്കും പറയുവാനിടയാകട്ടെ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചു എന്ന് പറയുവാൻ ഈ 10 മാസം നമുക്കും ഇടയാകട്ടെ. ഈ 4ാമത്തെ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് പറയണം, ഹല്ലേലൂയ, നാറ്റം വെച്ച ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത ദൈവം നമ്മെയും പ്രതികൂലത്തിനകത്തു നിന്നും പുറത്തെടുക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനിടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. നാഥായി ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. കണ്ണുനീരും വിലാപവും ദുഃഖവും കർത്താവെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, മാനസിക നിരാശകൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, ശാരീരികമായ ക്ഷീണങ്ങൾ കർത്താവെ, പലവിധമായ കർത്താവെ സ്വപ്നം ദുഃഖത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദുഃഖം മാറ്റി കർത്താവെ സ്തോത്രം ആനന്ദം ഹാലില് ഉടിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.